ഇന്റർനാഷണൽ കളിക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞില്ല. ആ ഈ ഊ ആന്ന് പറഞ്ഞാൽ നമ്മൾ വാ തുറക്കുക. ഈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബൈറ്റിംഗ് ഏരിയാസ് ഉണ്ട്. ബൈറ്റിംഗ് ഇവിടെ കണ്ടോ അവിടെ പറ്റും. ഇവിടെ ബൈറ്റ് ചെയ്യുക. ഊ എന്ന് പറയുമ്പോൾ നമ്മൾ സീഡ് ചെയ്യുക. നമ്മൾ ലിപ്പ് കൊണ്ട് ആ ഇങ്ങനെയായിരിക്കും നമ്മൾ ബ്രീത്ത് എടുക്കുന്നത്. നമ്മുടെ ചുണ്ട് എപ്പോഴും സീലായിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ലിപ്പിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് വെള്ളം കയറും. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഇൻസ്ട്രക്ടേഴ്സ് ഓക്കെ ആണെന്ന് നോക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം ഇങ്ങനെ കാണിക്കാൻ ശ്രമിക്കുക. അപ്പ് മേളിലേക്ക് ഉയർത്തുക. ഞാൻ പറഞ്ഞത് അതിനിടെ നോട്ട് ഓക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും കാണിക്കേണ്ടത്. ഇതാണ് നോട്ട് ഓക്കെ. നിങ്ങൾ ഓക്കെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും ആ പ്രോബ്ലം അവിടെ വെച്ച് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം എന്നെ ഒന്ന് മേളിലേക്ക് എത്തിക്കും, ഞാൻ മേളിൽ പോയിട്ട് വരാം എന്ന് പറയാം. പിന്നെ ഡൗൺ എനിക്ക് കണ്ടിന്യൂസ് പറയില്ല, ചില സമയങ്ങളിൽ മാത്രം പറയാം. പിന്നെ ഈക്വലൈസേഷൻ. ഞാൻ പറയല്ലോ പ്രഷർ. ആ പ്രഷർ നിങ്ങൾ തരണം ചെയ്യണമെങ്കിൽ ഈക്വലൈസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കണം. ഇതായിരിക്കും ഈക്വലൈസേഷൻ്റെ ഹാൻഡ് സിഗ്നൽ. ഹാൻഡ് സിഗ്നൽ വർക്കായിരിക്കാം. ഇതെന്താണെന്നറിയാം? ഇതെന്താ? ഇതോ ഓക്കെ. ഇങ്ങനെ പിടിക്കണം മുഖം എപ്പോഴും. കടലിനക്കര പോണോരെ കാണാ പൊന്നിൽ പോണോരെ ഇന്ന് തണുപ്പില്ല, അത്ര വലിയ വിഷയമൊന്നുമില്ല. അതുകൊണ്ട് അത് ഉള്ളില് ധൈര്യം കുറഞ്ഞിട്ടാണ്. അയ്യോ ധൈര്യം ചൂട് വരുമോ? ഓരൊക്കെ കുരയ്ക്കുന്ന അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ കുരയ്ക്കുന്നതാണ്.
ശ്വാസം എടുക്കാല്ലേ വെള്ളമുണ്ട് പിന്നെ മീനുകളൊക്കെ ഉണ്ട് അവിടുത്തെ പോലെ തന്നെ മീനുകൾ ഇവിടെ ഉണ്ട് പല വെറൈറ്റി വലുതെന്ന് പറഞ്ഞാൽ ഒത്തിരി വലുതല്ല. പിന്നെ ചേനയാണ്. അനുഭവങ്ങൾ പറഞ്ഞോ. അനുഭവങ്ങളോ അടിപൊളി, സൂപ്പറായിരുന്നു. ഒരു മായാജാലമാണ് അടിയിൽ. ഇഷ്ടംപോലെ മീനുകൾ കാണാം, പല സ്പീഷീസ് കാണാം. ഇത് പറഞ്ഞ് കിട്ടി. മീനിനെ നമുക്ക് പതുക്കെ തൊടാം. പക്ഷെ തൊടാനെ കിട്ടി ചെല്ലുമ്പോൾ നമ്മൾ തൊട്ടടുത്താന്ന് ഓർക്കും, പക്ഷെ തൊട്ടടുത്തല്ല. എന്നാലും തൊടാം. കയറി വന്നപ്പോഴും അച്ഛനോടെ കുറച്ചു നേരം അവിടെ കിടക്കാൻ തോന്നിയായിരുന്നു. അടിപൊളി അടിപൊളി. തൊട്ട് പുറത്ത് ചാടുന്ന ടീപ്പാണ്. നീ അടുത്ത പേടിയാന്ന് തന്നാ പോയത്. സന്തോഷം ദുഃഖം നോക്കട്ടെ. ചെലപ്പോ വിചാരിച്ചിട്ടുണ്ടാവും കഴിഞ്ഞാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. കിട്ടിയപ്പോ എന്താ ഇവര് അവിടുന്ന് ഇതായി കാലുവാരി. ആ റീന ഓക്കെ ഡൈവിങ് എന്തൊക്കെ കേട്ടോ? തെരണ്ടി കണ്ടു, ചെറിയൊരു മത്സ്യങ്ങൾ, കോറൽസ് കണ്ടു, വേറൊരു ലോകത്ത് പോയതുപോലെ. ടീച്ചറെ ഇടയ്ക്കൊന്ന് ഇങ്ങോട്ട് നോക്കണം, എന്റെ ഇറങ്ങണതിന് മുമ്പ് റെക്കോർഡ് ചെയ്യണണ്ടേ. അല്ല, പലരും പലതാ കാണുന്നത്. പല സ്ഥലത്തൂടെയല്ലേ അടിപൊളി. അത് സൂപ്പർ പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ സൂപ്പർ അല്ലേ? ഓക്കെ നിങ്ങൾ മാറ്റി നിന്ന് സംസാരിക്കല്ലേ. ഒരു കുറച്ചു നേരം മേലെ പിടിച്ചു കൈ പിടിച്ച് പോയിക്കോളാൻ പറയുന്നത്. അപ്പൊ പിന്നെ സ്കൂബ ഡൈവിംഗ് ജീവിതത്തിലെ നല്ലൊരു അനുഭവമായിരുന്നില്ലേ? അതെ അതെ, എന്തായാലും തീർച്ചയായിട്ടും കാണണം. കാരണം കടലിൻ്റെ അടിയത്തൊക്കെ വ്യക്തമായിട്ട് കാണാം. അടുത്ത് പോയിട്ട് കുറേ മീനുകളും ആമേനും ഒക്കെ അതിൻ്റെ ഉള്ളിലിരുന്ന് ഒക്കെ കാണാൻ പറ്റും. ഓക്കെ ഓക്കെ. ഇനി പോകാനിരിക്കുന്ന ആളുകളോട് എന്താ പറയാനുള്ളത്? അധികം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും പോകണം, ഇത് മിസ്സാക്കരുത് ഒരിക്കലും. ഇത് എന്തായാലും കണ്ടിരിക്കണം. ലൈഫിലെ ഏറ്റവും നല്ലൊരു ത്രില്ലിംഗ് അനുഭവമാണ് അല്ലേ? ഇത്രയും പ്രതീക്ഷിച്ചിരുന്നോ? ഇത്രയും വലിയ സൗന്ദര്യമുള്ള ഒരു ലോകമാണ്. നമ്മൾ വിചാരിക്കില്ല ഉള്ളിൽ ഇത്രയും
മനോഹരമായിട്ടുള്ള എന്നുള്ളത്. അതെ അതെ, കടലിന്റെ അടിയിൽ ഇത്ര സൗന്ദര്യമായ ഒരു ലോകം ഉണ്ടെന്നുള്ളത് ആദ്യമായിട്ട് കാണുവാണ്. അതെ, തീർച്ചയായും. ആനിമൽ പ്ലാനറ്റിലൊക്കെ വീഡിയോ ആയിട്ട് കാണുമ്പോൾ അത്രയൊരു അത്ഭുത ലോകത്തിലേക്ക് നമ്മൾ നേരിട്ട് എത്തിയ ഒരു വലിയ ത്രില്ല്. തീർച്ചയായും. ഓക്കെ, വിഷ് ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. ആദ്യം മലർത്തി കിടത്തിട്ടല്ലേ ശ്വാസം വലിക്കാൻ കിട്ടുന്നുണ്ടോ നോക്കി. എങ്ങനെയുണ്ടായിരുന്നു സ്കൂബ ഡൈവിംഗ് അനുഭവം? സൂപ്പർ സൂപ്പർ. എനിക്ക് എന്താ പറയുക, ഇത് പോയപ്പോ ഓർമ്മ വരുന്നത്, പണ്ട് നമ്മൾ കഥകളിലൊക്കെ ആലിസിന്റെ അത്ഭുത ലോകം എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ല, അതാ എനിക്ക് ഓർമ്മ വന്നത്. ശരിക്കും ഒരു അത്ഭുത ലോകമാണ്. കണ്ടു, എൻജോയ് ചെയ്തു. സ്വപ്നത്തിലെ ഭയങ്കര സ്വപ്നമായിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾ കണ്ണടച്ച് കിടന്ന സ്വപ്നം കാണില്ല, സ്വപ്നമായിട്ടാണ്. ഫസ്റ്റില് നല്ലതിൽ പോയതായിരുന്നു, ആദ്യത്തേക്ക് അവർക്ക് എൻട്രി ഇട്ടിട്ടില്ല എന്നുള്ളത്. ഇവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ മൂക്ക് കേറ്റിക്കോ. എന്നെ ഏത് കുട്ടിയും ചോദിച്ചിട്ട് ഈ കുട്ടിയല്ലേ പോയില്ല. അത് നിങ്ങൾ പോണത് സമയമല്ല, മുങ്ങിയതിന് ശേഷമുള്ള സമയം, പൊങ്ങണത് വരെയുള്ള സമയമായിട്ട് കിട്ടുന്നത്. മുങ്ങിയതിന് ശേഷം 15 മിനിറ്റ് ഉണ്ട്. ഉണ്ട് 15 മിനിറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളറിയില്ല, വെള്ളത്തിൽ മുങ്ങണവരും അറിയില്ലല്ലോ. വെള്ളത്തിൽ മുങ്ങിക്കഴിയുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തല്ലേ, അപ്പൊ സമയം നമുക്ക് ഉഷാറായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? എന്തൊക്കെയാണ് അനുഭവങ്ങള്? ആദ്യമൊക്കെ നല്ല രസമായിട്ട് എല്ലാം കണ്ടു. പിന്നെ ധാരാളം മീനുകളൊക്കെ കുറ്റികളും ഇതൊക്കെ കണ്ട് നല്ലൊരു ലോകം തന്നെയാണത്. വേറൊരു ലോകം. അതെ, കടലിന്റെ സൗന്ദര്യം ശരിക്കും ആസ്വദിക്കാൻ കഴിഞ്ഞു അല്ലേ? ഇത്ര മനോഹരമാണ് കടലിന്റെ ആഗ്രഹമായിരുന്നു, കടലിന്റെ അടുത്തിട്ട് നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളത്. തീർച്ചയായും. ലക്ഷദ്വീപിലെ സ്കൂബ ഡൈവിംഗ്, ലക്ഷദ്വീപിലെ മൊത്തത്തിലുള്ള ടൂറിനെ കുറിച്ചൊക്കെ എന്താ അഭിപ്രായം? തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു നിങ്ങളുടെ ഗ്ലോബൽ ട്രാവൽ ലീഡർ കമ്പനിയിൽ വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു ടൂറിന്റെ? എല്ലാം വളരെ നല്ല അനുഭവമായിരുന്നു. നല്ല റൂം, നല്ല ഭക്ഷണം, സമയക്രമം അനുസരിച്ച് എല്ലാം കാണാൻ പറ്റി. ഞങ്ങളുടെ ടൂർ മാനേജ്മെന്റ് എങ്ങനെയുണ്ട്? സമയക്രമം, ഭക്ഷണം, റൂം? നല്ല ആളുകളെ എടുത്തു പറയേണ്ടതാണ്.
ഓക്കെ, താങ്ക് യു. ദ്വീപ് നിവാസികളെ ഫുഡ് എന്താണെന്ന് അറിയാനുള്ളൊരു ഇത് അനുഭവമായി. ആഹാ, ഇവിടെ വന്നാലേ ഇവിടുത്തെ ഫുഡ് എന്താണ്. അതെ. നിങ്ങൾ നൈറ്റ് ഫിഷിങ്ങിന് പോയല്ലോ, അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ആക്ടിവിറ്റി? നൈറ്റ് ഫിഷിംഗ് ഇവരെ ഇറങ്ങിയില്ല. ആ, നിങ്ങളുടെ രാത്രി കടൽ കണ്ടപ്പോ പേടിച്ചിട്ട് ഞങ്ങളൊക്കെ ഇറങ്ങി. അയ്യോ, ഇറങ്ങി. നൈറ്റ് ഫിഷിങ്ങിന് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? നൈറ്റ് ഫിഷിംഗ് അതും വേറൊരു അനുഭവമായിരുന്നു. കാരണം രാത്രി കടൽ കാണാനും കടലിന്റെ എങ്ങനെയാണ് കടലിന്റെ ഇത് എങ്ങനെ അറിയാനൊക്കെ പറ്റി. കുറച്ച് പേടിയാവും ചിലപ്പോൾ കാണുമ്പോൾ രാത്രി ആയതുകൊണ്ട്. പക്ഷേ ഉള്ളിലേക്ക് ഇറങ്ങണം, പേടിച്ചിട്ട് ഇറങ്ങാണ്ടിരിക്കരുത്. അത്ര വല്ലതാണ് അടിയിൽ. അവരുടെ ഒപ്പം അവരൊക്കെ ഉണ്ടാവും കൂടെ. അവര് പറഞ്ഞ് കാണാൻ പറ്റും നമുക്ക് എങ്ങനെ മീനുകള് കുറച്ച് ഉറങ്ങി കിടക്കുന്ന മീനുകൾ ഉള്ളിൽ നിന്നൊക്കെ എങ്ങനെ പിടിക്കണത്, അവരെങ്ങനെ ചെയ്യുന്നത്. എത്ര മീനെ കിട്ടി? ഞങ്ങൾ 5-6 മീനെ പിടിച്ചു. നമ്മള് പിടിക്കണ്ട, അവര് ടേസ്റ്റ് ഉണ്ടോ? ഓ, അതന്നെ നമുക്ക് ഗ്രില്ല് ചെയ്ത് അവർ തരും. നല്ല ടേസ്റ്റ്, അത് കഴിക്കണം എന്തായാലും. വലിയൊരു തരം മീൻ, അതിന്റെ പേരെന്തോ പറഞ്ഞു, ബഫർ ഫിഷ്. വലിയ ടർട്ടിലിന്റെ തല അത്രയും വലിയ ആ പുറ്റിന്റെ ഉള്ളിൽ അതിന്റെ ഉള്ളില് നല്ല പ്രത്യേകിച്ച് വേറെ ഒറ്റ സ്ഥലത്ത് തന്നെയാ അങ്ങനെ റൗണ്ട് അടിക്കുക. യെല്ലോ ഫിഷ് ഒക്കെ കണ്ടില്ലേ? യെല്ലോ ഫിഷിന്റെ ഒരു കൂട്ടം അതിന്റെ അടിയിലേക്ക് പോയി. അയാൾ പറിച്ചു അതെ. ചിപ്പികൾ അവിടുന്ന് പൊരിച്ചു. അവര് മാത്രമേ തരുള്ളൂ. അത് ചിപ്പിയല്ല, ശങ്ക. അത് വേണ്ടി ഇടയ്ക്ക് വെറുതെ ആവശ്യമില്ലെങ്കിൽ പ്രഷർ കുടിച്ചിട്ട് ചെക്കന്മാരെ ഒരു പ്രശ്നം ഞാൻ പോയി വേദന വരാൻ നിൽക്കണ്ട വെച്ചാൽ മതി ചെവി. നിങ്ങളാണ് ഇവിടെ ഇതിൽ ഏറ്റവും പറ്റും കണ്ടറിയില്ലേ? ഒരു വെയിറ്റില്ലായിരുന്നു കൊണ്ടുവന്നിട്ട് പിന്നെ വെയിറ്റിട്ടിട്ട് കൊണ്ടുപോയി. അപ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ വെള്ളം ഉണ്ടെങ്കിലും പോയി ഇതെന്താ ഹിമ, സ്കൂബ ഡൈവിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എല്ലാവരും പറഞ്ഞതുപോലെ പേടിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നല്ല കൂളായിട്ട് ചെയ്യാൻ പറ്റി. താഴെ എത്തിയപ്പോഴും നമുക്ക് അത്രയും എന്താ പറയുക ഇൻസ്ട്രക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി. കുറേ വെറൈറ്റി ഫിഷുകളെ കണ്ടു.
അവിടുത്തെ അനുഭവങ്ങൾ എങ്ങനെയുണ്ട്? ഒരു വ്യത്യസ്ത ലോകത്ത് എത്തിയതുപോലെയായി. അതെ അതെ നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും ഏറ്റവും കൗതുകമായിട്ട് തോന്നിയത് എന്തായിരുന്നു? നീന്തൽ അറിയാത്തോണ്ട് ഞാൻ ഇങ്ങനെ വെള്ളത്തിന്റെ അടിയിൽ പോകാൻ പറ്റുന്ന ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നില്ല. ഭയങ്കര ആഗ്രഹം നീന്തൽ പഠിക്കണം എന്നൊക്കെ, പക്ഷെ പറ്റിയില്ല. അപ്പൊ ഇവിടെ വന്നത് കണ്ടപ്പോ നല്ലൊരു പേടി തോന്നിയില്ല. ഇതിൽ നീന്തൽ അറിയണ്ടല്ലോ. അതെ അതെ. ഏറ്റവും ഇഷ്ടപ്പെട്ട അനുഭവം എന്തായിരുന്നു? എന്താ കണ്ടപ്പോഴാണ് ഏറ്റവും കൗതുകം തോന്നിയത്? എക്സൈറ്റ്മെന്റിലാണ് ഇപ്പോഴും. ശരിക്കും എവിടേക്ക് എത്തിയെന്നുള്ളൊരു റിയലൈസ് ആയി വരുന്നേ ഉള്ളൂ. നല്ല രസമായിരുന്നു. ഇതൊക്കെ സാധിക്കുന്ന ഒന്നും കൂടി ആ ഓക്കെ സിഗ്നൽ. ഇപ്പൊ സമാധാനായില്ലേ? ആട് പശു ഒക്കെ ചെറുതാ. ഹിമ പോയി വന്നാ? ആദ്യം ഹിമയല്ലേ പോയത്? എങ്ങനെയുണ്ടായിരുന്നു സ്കൂബ ഡൈവിംഗ് അനുഭവം? സൂപ്പർ എന്ന് വെച്ചാൽ എല്ലാവരും ഇതിന് പോകണമെന്ന് ഞാൻ പറയുന്നത്. ആരും പോവാതിരിക്കരുത്. കാണണം കടലിന്റെ അടിയിലുള്ള കാഴ്ചകൾ. അത്ഭുത ലോകം തന്നെയാണ്, അനുഭവമാണ്. എനിക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു, പക്ഷേങ്കിലും പോയി കഴിഞ്ഞപ്പോൾ അവരുടെ സപ്പോർട്ട് ഭയങ്കര കേട്ടോ. അവരുടെ നമ്മുടെ കൂടെ വരുന്ന ആൾക്കാരുടെ നമുക്കൊന്നും പേടിക്കാനില്ല. എനിക്ക് യാതൊരു പേടിയും താഴെ എത്തിയപ്പോൾ തോന്നിയില്ല. നല്ല സപ്പോർട്ടാണ് അവരുടെ. അല്ല, ഏതാണ് കണ്ടിട്ട് ഏറ്റവും രസം തോന്നിയത്? കൂട്ടം മീനുകള് നമ്മളെ ഈ TV ചാനലിലൊക്കെ കാണുന്ന പോലെ സൂപ്പറായിട്ട് കാണണം. അതെന്തായാലും ഭയങ്കര നഷ്ടം അത് കണ്ടിരുന്നത്. തീർച്ചയായും. ഇപ്പോ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമായിട്ട് വലിയൊരു അനുഭവം. ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയാണ്. അല്ല, ഞാൻ പോകുന്ന പ്രതീക്ഷിച്ചില്ല. പക്ഷെ എനിക്ക് പോവാൻ ഭയങ്കര നഷ്ടമായി. ലക്ഷദ്വീപിൽ വന്നാൽ പോകണം, എന്തായാലും എല്ലാവരും പോകണം. എന്താണ് എന്റെ അഭിപ്രായം. പച്ചപ്പുണ്ട് അനുഭവം അടിപൊളി. ഒരിക്കലെങ്കിലും ചെയ്തിരിക്കണത്. എന്തൊക്കെ കാഴ്ചാനുഭവങ്ങളാണ്? ഒരുപാട് മീനുകളെ കൊണ്ട് പല നിറത്തിലുള്ളത് എല്ലാം തന്നെ ഒന്നും തടവി വിട്ടു. കിട്ടിയില്ല. എന്തൊക്കെ കണ്ടു? പഴക്കുട്ടികള്, പല നിറത്തിലുള്ള മീനുകള് ഒക്കെ കണ്ടു. വളരെ നന്നായിട്ടുണ്ട്. കൊടുക്കണ്ട. വിരുന്നുകാരാ വന്നാട്ടെ, മാരനാണ് വരുന്നതെങ്കിൽ വിരുന്നുകാരാ വിരുന്നുകാരാ
മാറനാണില്ലേ കൈ നിറയെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും 14 രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ കാണിക്ക കണ്ടു തരാമോ കടലിനക്കരെ പോണോരെ കാണാ പൊന്നിന് പോണോരെ പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും ഓക്കെ